റെഡി കേട്ടോ നമ്മൾ ചിക്കൻ. ഇതിൽ നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ചിക്കനിലെ വെള്ളത്തിൽ മാത്രമാണ് ഇത് വെന്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിലിട്ട് വേവിക്കുക. ഓക്കെ, എല്ലാവരും ഒന്നിട്ട് വെക്കും. നല്ല മഴ, നല്ല ചൂടുള്ള ചിക്കൻ കുരുമുളകിട്ടത്, അടിപൊളി. ഓക്കെ, എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ടേസ്റ്റുണ്ടായി. അപ്പോൾ നമുക്കിന്നൊരു ചിക്കനായാലോ. കുറച്ച് ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെള്ളിയില, കറിവേപ്പില. ഓക്കെ, കുറച്ച് ചിക്കൻ, കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കൊരു ചിക്കൻ കറി വേണ്ട, ഒരു വരട്ടിയടിക്കുന്ന സ്റ്റൈലിലായിക്കോട്ടെ. കുറച്ച് നന്നായിട്ട് കുരുമുളകൊക്കെ ഇട്ടിട്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പണി തുടങ്ങാം. എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാം. ചതച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി സവാള നേരിട്ടെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചട്ടി നല്ല ചൂടായിട്ടിരിക്കുകയാണ്. ഇരുമ്പിൻ്റെ ചട്ടിയാണ്. ഓക്കെ, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഓക്കെ, ഇനി നമ്മൾ അരിഞ്ഞ് വെച്ച സവാള നല്ല ഒന്ന് വഴഞ്ഞ് വരട്ടെ. ഓക്കെ, നന്നായിട്ടൊന്ന് വഴഞ്ഞ് വരട്ടെ. കുറച്ച് ഉപ്പ് നമുക്കിപ്പോൾ ഇട്ട് കൊടുക്കാം കേട്ടോ, പാകത്തിന്. ഇത് വേണമെങ്കിൽ ആവശ്യത്തിനിടാം. ഓക്കെ, അപ്പോൾ കുറച്ചിട്ട് ഉള്ളിന് വേഗം വഴഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ സവാള ഏതാണ്ട് വഴഞ്ഞ് വന്ന് തുടങ്ങി. ഇനി നമ്മളതിക്ക് കുറച്ച് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചതും ഇത്തിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഓക്കെ, ഒന്ന് നന്നായി വഴണ്ടി വരട്ടെ. ഇനി നമുക്ക് കുറച്ച് മല്ലിപ്പൊടി എടുക്കണം. ഓക്കെ, കുറച്ച് ചിക്കനേ ഉള്ളൂ, ഗ്രേവി ഇല്ലാത്ത കറി ഉണ്ടാക്കുന്നത്. ഒരു 2-2.5 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ എന്താ വേണ്ടതെന്നറിയാം, മുളക് പൊടി. പക്ഷെ അതിനെന്താ വെച്ചാൽ നല്ല എരിവുണ്ട് കേട്ടോ മുളക് പൊടി. അപ്പോൾ ഒരു കുറച്ച് ഇട്ടാൽ മതി. നമ്മളിപ്പോൾ ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു കുറച്ച് പിന്നെ മുളക് പൊടി ഇട്ടാൽ മതി. ഇത്തിരി കുരുമുളക് പൊടി ലേശം, പിന്നെ എന്താണ്ടേ ഗരം മസാലപ്പൊടി കുറച്ചേ ഉള്ളൂ. ഞാനതെല്ലാം ഇട്ടിട്ടുണ്ട്. ഓക്കെ, പൊടിച്ച് വെച്ചത് കഴിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളുടെ സവാള ഏതാണ്ട് നന്നായി വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ പൊടികളെല്ലാം കൂടെ എന്താ ഒന്നിച്ചണ്ടിട്ടോ. എല്ലാ പൊടികളും നമ്മൾ ഒന്നിച്ചിട്ടിട്ട് ഒന്ന് വഴറ്റാം. ഓക്കെ, ഒന്ന് വഴണ്ട് വരട്ടെ. അപ്പുറം ഇഷ്ടമല്ലോ നമ്മളുടെ ഉള്ളിലേക്ക് നന്നായി വഴണ്ട് കുറേശ്ശെ എണ്ണയൊക്കെ തെളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ നമ്മളെ ചിക്കൻ ഉള്ളിട്ടെടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പതുക്കെ ഇളക്കി മസാലയ്ക്ക് ഒന്ന് യോജിപ്പിച്ചെടുക്കണം.
ഓക്കെ, ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കട്ടെ കേട്ടോ. എന്നിട്ട് അടച്ച് വയ്ക്കുക, ലോ ഫയറിൽ വേവിച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ ഓക്കെ, നമ്മുടെ ചിക്കൻ നന്നായിട്ട് ഇളക്കിയപ്പോൾ യോജിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ പീസ് മാറ്റണം കേട്ടോ. അല്ലാണ്ട് ലോ ഫയർ വേണ്ട. ആ ആ ഓക്കെ, അപ്പം ഇത് ഇവിടെ കിടന്നിട്ടൊന്ന് ആവട്ടെ കേട്ടോ. നമുക്ക് നടച്ച് ഓക്കെ ഓക്കെ. അപ്പോൾ ഇത് നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്ക് കുറച്ച് മഞ്ഞീരെല്ലാം കൂടെ ഇട്ടാൽ അപ്പോൾ റെഡി ഇട്ടാ നമ്മൾ ചിക്കൻ. ഇതിൽ നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ചിക്കനിലെ വെള്ളത്തിൽ മാത്രമാണ് ഇത് വെന്തിട്ടുണ്ട്. ലോ ഫയറിലിട്ട് വേവിക്കുക. ഓക്കെ, എല്ലാവരും നിൽക്കും. നല്ല മഴ, നല്ല ചൂടുള്ള ചിക്കൻ, കുരുമുളകിട്ടത്, അടിപൊളി. ഓക്കെ, എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ടേസ്റ്റുണ്ടായി. ഓക്കെ, സി യു. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഓക്കെ, ബൈ.